ഹായ്, ഇന്നത്തെ ക്ലാസ് ഫ്ലവേഴ്സിൻ്റെ പാർട്ട് 3. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൗണ്ട് സർക്കിൾ വരച്ചു കൊടുക്കാം. റൗണ്ട് എന്ന് പറയുന്നത് സർക്കിൾ വരച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു സർക്കിൾ ഇങ്ങനെ വലിയൊരു ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ സർക്കിൾ വരക്കണ പോലെ ഇങ്ങനെ ചുറ്റും സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഇതള് കൊടുക്കുക. ആദ്യം ഇതള് കൊടുക്കുമ്പോൾ വല്ലാണ്ട് എന്താ പറയുക, കടുപ്പിച്ചിട്ട് വരക്കരുത്. നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സർക്കിൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി വരച്ച് മുട്ട് പോലെ വരച്ചെടുക്കുക. ഇത് അതുമ്പോൾ മുട്ടിയിരിക്കുന്ന പോലെ വരക്കണേ. പിന്നെ നമ്മൾ വരക്കുമ്പോൾ ഒരു ഫ്ലവറും കൂടി ഇതിൻ്റെ അടുത്ത് തന്നെ വരക്കും. ഇത് തന്നെ വരക്കുമ്പോൾ പകുതി ഇതള് അവിടെ ഫുള്ളായിട്ട് ഫ്ലവർ ഉണ്ട്, പക്ഷെ എന്നാലോ ആ ഇതള് ഫുള്ളായിട്ട് കാണാത്ത രീതിയിലായിരിക്കണം. എന്താ പറയുക, ആ ഒരു ഫ്ലവറിൻ്റെ ഇതള് അടിയിൽ ഭാഗത്തേക്ക് ഉള്ള പോലെ ആയിരിക്കണം നമ്മൾ വരക്കേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് കനപ്പിച്ച് കൊടുക്കാം കേട്ടോ, ഫുള്ളായിട്ട് എല്ലാ ഭാഗവും. അടുത്ത നോക്കാൻ പോണത് ഒരു ചെമ്പരത്തിൻ്റെ മൂന്ന് ചെമ്പരത്തി ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണത്, നമ്മളെ ഒരു 3 പൂ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മളെ എന്താ പറയുക നാച്ചുറലി കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കൈയും ഇടുമ്പോൾ വരക്കുമ്പോഴും 3 കൂടി നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതളും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അടിഭാഗത്ത് ഒരു ഇതളുള്ള പോലെ വേണം നമ്മൾ വരക്കണമെങ്കിൽ. ഇപ്പം തന്നെ വേണ്ട, ഒരു ചെമ്പരത്തിൽ ഫ്ലവർ വരച്ച് എന്നിട്ട് അടുത്ത ചെമ്പരത്തിൽ ഇത് വരക്കുമ്പോൾ പകുതി ഭാഗം ഈ ഫസ്റ്റ് വരച്ച ചെമ്പരത്തിലെ അടിയിലുള്ളതുപോലെ ഇമാജിനേഷൻ ചെയ്തിട്ട് വേണം വരക്കണമെങ്കിൽ. വരച്ച് കഴിഞ്ഞ് ഷെയ്ഡ് കൊടുത്തിട്ട് അത് 3 ഫ്ലവേഴ്സും ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കണം ഒറ്റ ഭാഗം. അപ്പോഴേക്ക് അത് കാണാനൊന്ന് അറിയാം, നല്ല ഭംഗിൻ്റെ ആവുള്ളൂ. കാണാൻ ഒന്ന് എടുത്ത് കാണിക്കുള്ളൂ. 3 ഫ്ലവേഴ്സും എടുത്ത് കാണിക്കണമെങ്കിൽ വരച്ച കഴിഞ്ഞ് ലാസ്റ്റ് ഇതിളകളൊക്കെ ഒന്ന് കനപ്പിച്ച് കൊടുക്കണം. ഷെയ്ഡൊന്നല്ല കേട്ടോ, എന്താ പറയുക, 3 ഭാഗമൊന്നും കനപ്പിച്ച് കൊടുക്കണം. അടിഭാഗത്തും നമുക്കിങ്ങനെ ഒരു ലെയിൻ കൊടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇതൾ കൊടുക്കുക. ആ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതൾ വരക്കാൻ പറ്റില്ല. അപ്പം അമ്മ കണ്ട വരക്കണത് ഇതേപോലെ തന്നെ ആയിരിക്കണം വരക്കേണ്ടത്, എന്നാലേ എന്താ പറയുക, കാണാൻ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. കാരണം പകുതി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ളായിട്ട് വരച്ച് ചെയ്യുമ്പോൾ ശരിക്കും 3 പൂ ഇങ്ങനെ ഇരിക്കണമല്ലോ തോന്നാം. ആ ഒരു പകുതി ഭാഗം ഇല്ലാത്തതൊന്നും ഫീൽ ചെയ്യൂല. ഇനി നമുക്ക് റോസിൻ്റെ ആണ് നോക്കണം കേട്ടോ. അതിന് തന്നെ ഫ്രിൽസ് വരച്ച് അതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇതിൽ വരച്ച പോലെ തന്നെ വരച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ഇതളിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മേലിൽ കൂടി ഒരു ഇതള് നമ്മളെ ഫ്രിൽസിൻ്റെ നമുക്ക് തട്ടിച്ച് വരക്കാം. ഈ റോസ് ഞാൻ വരച്ച് തന്നിരുന്നു തോന്നുന്നു, വരച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ 3 റോസ് അടുപ്പിച്ച് വരക്കുക. അടുത്തത് അങ്ങനെ രണ്ടാമതും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ. അത് വേറൊരു ടൈപ്പ് റോസാണ് കേട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം ആദ്യം വരച്ച റോസ് ഒറ്റ പ്രാവശ്യം ഇതളെടുത്തോളൂ, ഫ്രിൽസ് വരച്ച് ഒറ്റ പ്രാവശ്യം ഇതളെടുത്തോളൂ. രണ്ടാമത് വരച്ച റോസ് 2 പ്രാവശ്യം ഇതൾ വരച്ച്. അങ്ങനെ നമുക്ക് 3 ഫ്ലവർ ഒരുമിച്ച് വരക്കാം കേട്ടോ. ഈ ഇപ്പോൾ വരക്കണ റോസിൻ്റെ ഫ്ലവറും റോസിൻ്റെ ഇതളും ആദ്യം വരച്ച റോസിൻ്റെ ഇതളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വരക്കണമെങ്കിൽ കേട്ടോ.
ഈ ഫ്ലവേഴ്സിൻ്റെ 3 മൂലഭാഗത്തായിട്ടും ലീഫ് വരച്ചെടുക്കുക, 2 ലീഫ് വരച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് കനപ്പിച്ചു കൊടുക്കുക. ഓവർ കനപ്പിച്ചു കൊടുക്കരുത്, കാണുമ്പോൾ നല്ലൊരു ലുക്ക് വേണം. ഇതിപ്പോൾ വരച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അവർ വരച്ച നമ്മൾ നേരിയതായിട്ടാണ് ആദ്യം വരക്കുക. വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കനപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.